ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളുടെ വീട്ടിൽ എന്നും കിച്ചണിൽ കറികളൊക്കെ തയ്യാറാക്കുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഇനി കറികൾ തയ്യാറാക്കുമ്പോൾ ഈ ഒരു പൊടിയും കൂടി വീട്ടിൽ തയ്യാറാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളും നമ്മുടെ വീട്ടിൽ സ്റ്റാർ ആവാട്ടോ. അപ്പോൾ എങ്ങനെ ഈ പൊടിയൊന്ന് തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ പെരുംജീരകം നമ്മൾ ഫസ്റ്റ് തന്നെ ഒന്ന് കഴുകിയിട്ട് ഒന്ന് വാരൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 1 കപ്പ് പെരുംജീരകമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ പെരുംജീരകം നമ്മൾക്ക് ചൂടായ പാനിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് പെരുംജീരകത്തിന് സ്റ്റൗന്ന് സിമ്മിലേക്ക് ആക്കിയതിന് ശേഷം നമുക്കൊന്ന് വറുത്തെടുക്കാം. ഇതിലേക്ക് ഈ പൊടിയിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസുകൾ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിലേക്ക് ഒരു പിടി കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് കാഷ്യൂസ് ആണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കാഷ്യൂസ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒരു 10 എണ്ണം മതി. 10 എണ്ണം കാഷ്യൂസ് എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കാഷ്യൂസ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇങ്ങനെ മിക്സാക്കി കൊടുക്കാം. സ്റ്റവ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്കിതെല്ലാം ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഗ്രാമ്പു ഏലക്കയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇനി ഇതിലേക്ക് ലാസ്റ്റായിട്ട് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ബിരിയാണിയുടെ ലീഫ് ഉണ്ടല്ലോ, അതാണ് കേട്ടോ നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഗ്രാമ്പ് ഒരു 3 പീസ് ഗ്രാമ്പും 3 ഏലക്ക ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 3 ഏലക്കയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കതൊന്ന് മിക്സാക്കി എടുക്കാം. അതിന് ശേഷം ലാസ്റ്റായിട്ട് നമ്മുടെ കറികൾക്കൊക്കെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിലേക്ക് ബിരിയാണിയുടെ ലീഫും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്ര ആയിക്കഴിഞ്ഞാൽ നമുക്കൊന്ന് സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ട് ചൂടാറിയതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ വെജിറ്റബിൾ കറി ആണെങ്കിലും അതേപോലെ തന്നെ ചിക്കൻ കറി ആണെങ്കിലും ബീഫ് കറി മട്ടൻ കറി ഒക്കെ ആണെങ്കിലും നമ്മൾ ഈ ഒരു പൊടിയും കൂടി നമ്മൾ കറികൾ തയ്യാറാക്കി എടുക്കുമ്പോൾ ഇതൊരു ടീസ്പൂൺ നമുക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറികൾക്കൊക്കെ നല്ല ടേസ്റ്റ് കിട്ടും. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ചിക്കനിലേക്കും അതേപോലെ ബീഫിലേക്കൊക്കെ അളവിനനുസരിച്ച് ഇത് 1-2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറിക്ക് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ രീതിയിൽ പെരുംജീരകം ഒന്ന് പൊടിച്ച് വെച്ചിട്ട് കറികളൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കും. നല്ല ടേസ്റ്റാണ്. ഈ പൊടി മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ നമ്മുടെ മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ നമ്മൾ എപ്പോഴും ചേർത്ത് കൊടുക്കുന്ന രീതിയിൽ ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയൊക്കെ അപ്പോൾ നിങ്ങൾക്കും വീട്ടിൽ സ്റ്റാർ ആവും. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ അടിച്ചാലും മറക്കരുത്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് പറയാനും